എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഏകദേശം 8 ലക്ഷത്തിൽ താഴെ ഓട്ടോറിക്ഷകൾ സജീവമായി സർവീസ് നടത്തുന്നുണ്ട്. 2 ലക്ഷത്തിൽ താഴെ 3 വീലർ ഗുഡ്സ് ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നുണ്ട്. വർഷം 50 കോടി രൂപയ്ക്ക് മുകളിൽ റോഡ് ടാക്സായി ഈ ഓട്ടോറിക്ഷകൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നുണ്ട്. എന്നാൽ ഇന്ധന നികുതി, സ്പെയർ പാർട്സുകളുടെയും സർവീസിൻ്റെയും GST, ടെസ്റ്റിംഗ് ഫീസുകൾ എന്നിവ വഴി നൂറുകണക്കിന് കോടി രൂപ പ്രതിവർഷം സർക്കാരിലേക്ക് എത്തുന്നുണ്ട്. ഇതുകൂടാതെ ക്ഷേമനിധി എന്ന പേരിൽ ഒടുക്കത്തെ തുക വേറെയും സർക്കാരിന് ലഭിക്കുന്നുണ്ട്. 300 രൂപ മുതൽ 500 രൂപയുടെ വരെ ഇന്ധനമാണ് സാധാരണഗതിയിൽ ഒരു ഓട്ടോറിക്ഷ ഒരു ദിവസം അടിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വർഷം 1,26,000 രൂപ ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇന്ധന നികുതിയായി ലഭിക്കുന്നു. കേരളത്തിൽ ദിവസേന ലക്ഷക്കണക്കിന് ആളുകൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്ന് വലിയ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ വലിയ കഥകളാണ് അവർക്ക് പറയാനുള്ളത്. അപൂർവം ചില ഓട്ടോറിക്ഷക്കാരെക്കുറിച്ച് പൊതുജനത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ഭൂരിപക്ഷം പേരും ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരും കുഴപ്പക്കാർ അല്ലാത്ത സാധുക്കളുമാണ്. അടിക്കടി ഉണ്ടാകുന്ന ഇന്ധന വില വർധനവും ഓട്ടങ്ങളുടെ കുറവും അതുമൂലമുണ്ടാകുന്ന വരുമാനക്കുറവും ഇവരുടെ ദൈനംദിന ജീവിതത്തെ പോലും ഗുരുതരമായി ബാധിക്കുന്നു. ഊബർ, ഓല പോലെയുള്ള ഓൺലൈൻ ടാക്സികളിൽ നിന്നും ബൈക്ക് ടാക്സികളിൽ നിന്നും ഒക്കെ വളരെ മത്സരം നേരിടുന്ന ഈ മേഖല അങ്ങേയറ്റം തകർച്ചയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2.5 ലക്ഷം മുതൽ 3,30,000 രൂപ വരെയാണ് ഓട്ടോറിക്ഷകളുടെ ഓൺ റോഡ് വില. അതായത് പുതിയ വണ്ടിയുടെ വില, ടാക്സ് എല്ലാം ഉൾപ്പെടെ, ഇൻഷുറൻസ് എല്ലാം ഉൾപ്പെടെ. ഈ പുതിയ ഓട്ടോറിക്ഷകൾ വരുമ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ ഈ കാണുന്ന രീതിയിലൊന്നുമല്ല ഷേപ്പ്. ചുമ്മാ ഇങ്ങനെ അതിൻ്റെ ആ താഴത്തെ ആ തകിടുള്ള ഭാഗവും മുകളിലൊരു പുതപ്പിട്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അതിന് ഷേപ്പൊന്നുമില്ല. അതിന് പിന്നീട് കൃത്യമായ പൈപ്പുകളൊക്കെ പിടിപ്പിച്ച് ആകൃതിയും ബലവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ഷേപ്പിന് അതിന് എക്സ്ട്രാ പൈസ മുടക്കണം. അതിൻ്റെ പുറത്ത് സീറ്റിൻ്റെ പണിയുണ്ട്, ഈ തട്ടിന് പണിയുണ്ട്, സൈഡിലൊക്കെ ഇങ്ങനെ അകത്തൂടെ ഒരു പടുതായും കൂടി ഇടും. അങ്ങനെയൊക്കെ പണികളൊക്കെ ചെയ്യുമ്പം മിനിമം ഒരു 30,000 രൂപയുടെ എങ്കിലും മുടക്കിയാലേ ഒരു ഓട്ടോറിക്ഷ സർവീസ് നടത്താൻ പറ്റുള്ളൂ. ഒരു ഡീസൽ ആപ്പേ ഓട്ടോറിക്ഷ എടുത്ത് അതിൻ്റെ അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് റോഡിലിറക്കുമ്പം മിനിമം അതിന് 3,60,000 രൂപയാകും എന്ന് പറയപ്പെടുന്നു. ഒരു മാസത്തെ ആവറേജ് കണക്കെടുത്തിട്ട് ഓട്ടോറിക്ഷ ഉള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ആവറേജ് ദിവസം 1,000 രൂപയ്ക്ക് മുകളിൽ ഓടാറില്ല. ചില ദിവസങ്ങളിൽ കൂടിയ തുകയ്ക്ക് ഓടിയാലും പല ദിവസങ്ങളിലും 1000-ലൊക്കെ ഒത്തിരി താഴേക്ക് പോകും. 1,000 രൂപയ്ക്ക് ഓടിയാൽ അതിൽ 300 രൂപ ഡീസൽ അടിക്കണം. ബാക്കി ഒരു 700 രൂപ ലഭിക്കുകയാണെങ്കിൽ ഈ 3,60,000 രൂപ മുടക്കി റോഡിലിറക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് ആദ്യം 1 ലക്ഷം രൂപ കയ്യിൽ നിന്ന് കൊടുക്കണം. അത് പലപ്പോഴും സ്വർണം പണയം വെച്ചും ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് ഡെയിലി പിരിവിന് വാങ്ങുകയൊക്കെ ചെയ്തിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഈ അടവുകൾ പലപ്പോഴും ദിവസേന അടയ്ക്കേണ്ടി വരും. സ്വർണം പണയം വെച്ചാൽ പല ഓട്ടോറിക്ഷക്കാരും പറഞ്ഞ് അത് പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാറില്ല. ബാക്കി വരുന്ന 3 ലക്ഷത്തോളം അല്ലെങ്കിൽ ഒരു 2,60,000 രൂപ ഒരു 36 മാസത്തേക്ക് ലോൺ ഇട്ടാൽ അതിൻ്റെ മുതൽ മാത്രം 7,222 രൂപ വരും. പലിശ വേറെയും വരും. അതായത് ഇന്ധനത്തിന് ദിവസം 300 രൂപ മുടക്കുമ്പോൾ ഫൈനാൻസ് അടയ്ക്കാനും കൂടെ ഒരു 300 രൂപ എല്ലാ ദിവസവും മാറ്റി വെക്കണം. ഇതിന് പുറമെ റോഡ് ടാക്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ഫിറ്റ്നസ് ഉണ്ട്, പുകയുടെ പേപ്പറുണ്ട്, വാഹനത്തിന് മെയിൻ്റനൻസ് ഉണ്ട്. ഇതെല്ലാം നടത്തണം. ഒരു പുതിയ ഓട്ടോറിക്ഷ മേടിച്ചാൽ ആദ്യത്തെ 2 വർഷം കഴിയുമ്പോൾ മുതൽ വർഷാവർഷം വാഹനം വർഷത്തിലൊരിക്കൽ പെയിൻ്റ് അടിച്ച് എല്ലാം പുത്തം പോലെയാക്കി കൃത്യമായി കൊണ്ട് കാണിച്ച് ടെസ്റ്റ് ചെയ്യണം. എല്ലാ ചിലവുകളും ഉൾപ്പെടെ ഒരു
50,000 രൂപ മുതൽ 70,000 രൂപ വരെ ചിലവ് വരുമെന്നാണ് മിക്ക ഓട്ടോറിക്ഷക്കാരും പറയുന്നത്. എന്തെങ്കിലും ഇഷ്ടപ്പെടായിക വന്നാൽ MVD ഉദ്യോഗസ്ഥൻ ഇത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയല്ല, ഓട്ടിച്ച് വിടും, പോയി ശരിയാക്കി കൊണ്ടുവരാൻ പറയും. പിന്നെ പിറ്റേ ദിവസം അതുമായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ മിക്ക ഓട്ടോറിക്ഷക്കാർക്കും ഓട്ടോ ഓടിച്ച് അവരുടെ കുടുംബം നടത്താൻ കഴിയാതെ വരിക. അതുകൊണ്ട് അവരെല്ലാം പാർട്ട് ടൈമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുകയും ബാക്കി സമയത്ത് സ്വകാര്യ കാറുകൾ ഓടിക്കാൻ പോകും. ചിലർ തടിപ്പണിക്ക് പോകും, ചിലർ വാർക്കപ്പണിക്ക് പോകും, ചിലർ മൈക്കാട് പണിക്ക് പോകും, ചിലർ മരത്തെ കയറാൻ പോകും, ചിലർ കൂലിപ്പണിക്ക് പോകും, ചിലർ ബ്രോക്കറിങ്ങിന് പോകും, ചിലർ കാറ്ററിങ്ങിന് പോകും. ഇങ്ങനെയൊക്കെ അവർ ജീവിച്ചു പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആരോപണങ്ങളുണ്ടെങ്കിലും സാധാരണക്കാരുടെ സഞ്ചാര വാഹനമാണ് ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആശ്രയമാണ് ഓട്ടോറിക്ഷകൾ എന്ന് പറയാതെ വയ്യ. ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നു, ഈ കാലങ്ങളിൽ മനസ്സിലാക്കുന്നു, മക്കൾ വിദേശത്തുള്ള വൃദ്ധ ദമ്പതികൾ മുഴുവൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇവരുടെ കരുണ കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഭക്ഷണ വസ്തുക്കൾ പോലും കൊണ്ടു കൊടുക്കുന്നതും ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകുന്നതും കറണ്ട് കാശ് അടയ്ക്കാൻ പോകുന്നതും അത്യാവശ്യ ആവശ്യങ്ങൾക്കെല്ലാം പോകുന്നത് ഈ ഓട്ടോക്കാരെ ആശ്രയിച്ചുകൊണ്ടാണ്. പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആൾ വേണ്ടിടത്ത് ആൾ തന്നെ വേണ്ടേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. സമൂഹത്തിലെ അവശ്യ സർവീസായ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകും? കേരളം മുഴുവനായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം ഇതിനൊരു പരിഹാരമാർഗം വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുമില്ല. ഭക്ഷണം പാചകം ചെയ്തത് ചിലപ്പോൾ ഹോട്ടലുകാർ ഡെലിവറി ബോയ്സിനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് തരുമായിരിക്കും. മറ്റാവശ്യങ്ങൾ മുഴുവൻ നടത്താൻ നമുക്കാകെയുള്ള ആശ്രയം ഓട്ടോക്കാർ മാത്രമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവരില്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താകും? പകരം ഒരു ഓപ്ഷൻ പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. മലയാളികളിൽ 10 ലക്ഷത്തോളം വരുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും തകർച്ചയുടെ അങ്ങേയറ്റം എത്തി നിൽക്കുന്നു എന്നതാണ് സത്യം. കേരളത്തിൽ 6.5 ലക്ഷം ആളുകൾക്ക് സർക്കാർ ജോലി കൊടുത്തിട്ടുണ്ട്. 10 ലക്ഷം ആളുകൾ ഈ മേഖലയിൽ ജോലി എടുത്ത് ജീവിക്കുന്നു, ഈ ഓട്ടോറിക്ഷ മേഖലയിൽ. അതും സാധാരണക്കാരിൽ സാധാരണക്കാർ. അതാണ് ഈ മേഖലയുടെ പ്രത്യേകത. ഒരു മാസത്തിൽ എല്ലാ ദിവസവും കൂടി ഓടിയാൽ ആവറേജ് ഒരു 30,000 രൂപയോളം ലഭിക്കും. അതിൽ നിന്ന് 9,000 രൂപയോളം ഡീസൽ അടിക്കാൻ വേണം, 9,000 രൂപയോളം CC അടയ്ക്കാൻ വേണം. മറ്റു മെയിൻ്റനൻസുകളെല്ലാം കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് വേണം 5ഉം 6ഉം പേരുൾപ്പെടുന്ന കുടുംബം കഴിയാൻ. തികയാതെ വരുമ്പോൾ അവർ മറ്റുള്ള പണിക്കൊക്കെ പോയി ആ കുടുംബം പോറ്റുന്നത്. ഇനി ഇങ്ങനെ കിട്ടുന്ന ഈ നക്കാപ്പിച്ച വരുമാനത്തിനകത്ത് നിന്ന് പെറ്റിയായും പെനാൽറ്റിയായും ഉദ്യോഗസ്ഥന്മാർ അടിച്ചേൽപ്പിക്കുന്ന തുകകൾ, വലിയ പിഴകൾ ഈ മേഖലയ്ക്ക് താങ്ങാവുന്നതല്ല. എന്തു വന്നാലും ഉദ്യോഗസ്ഥന്മാർ, അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും MVD ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, ഉരുണ്ട് കയറുന്നത് ഈ സാധുക്കളുടെ തലയിലേക്കാണ്. ഇവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ശബ്ദിക്കാനും ഒന്നും ആരും ഇല്ല എന്നതാണ് സത്യം. നിയമം നടത്തേണ്ട പോലീസിനകത്ത് ക്രിമിനലുകളില്ലേ? ഫോറസ്റ്റിനകത്തും എക്സൈസിനകത്തും MVD ഡിപ്പാർട്ട്മെൻറ്റിലും ക്രിമിനലുകളില്ലേ? ഡോക്ടർമാരിലും എൻജിനീയർമാരിലും വക്കീലന്മാരിലും ഒക്കെ ക്രിമിനൽസ് ഉള്ളതുപോലെ വളരെ ചെറിയൊരു വിഭാഗം ക്രിമിനൽസ് ഇവരുടെ ഇടയിലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഓർക്കുമ്പോൾ തന്നെ ഭൂരിപക്ഷം പേരും അങ്ങനെയല്ല എന്ന സത്യവും നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ കേരളത്തിലെ പ്രധാന റോഡുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. പല റോഡുകളും കുത്തിപ്പൊളിച്ച്, ഹൈവേ പോലും കുത്തിപ്പൊളിച്ചിട്ട് കാലങ്ങളായി. അപ്പോൾ പിന്നെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ സകല റോഡുകളിലൂടെ സ്ഥിരമായി ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളുടെ ശാരീരിക അവസ്ഥകൾ എന്താകും? പലരോട് സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് നടുവേദന മാറിയ സമയമില്ല, മുട്ടിന് വേദന, പെടലിക്ക് വേദന, വയറിലെ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് എപ്പോഴും സ്ഥിരമായിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. എങ്കിലും ജീവിക്കണ്ടേ എന്ന് വെച്ചിട്ടാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. കോരിച്ചൊരിയുന്ന മഴയത്തും പകൽ രാത്രി വ്യത്യാസമില്ലാതെയും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇവർ ചെയ്യുന്ന സേവനത്തെ നമ്മൾ വിസ്മരിച്ചു കൂടാ എന്നതാണ് സത്യം. അർദ്ധരാത്രിക്ക് ശേഷം വന്നെത്തുന്ന ദീർഘദൂര ബസ്സുകളിലെ യാത്രക്കാരെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ഈ ഓട്ടോറിക്ഷക്കാർക്ക് ഉറക്കക്ഷീണം ഇല്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. എങ്കിലും അവരുടെ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്വം ഓർത്തും കുഞ്ഞുങ്ങളെ ഓർത്തും ഒക്കെ അവർ കിടക്കുന്നതാണ്. എന്തിനാ? 100-200 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഓട്ടോ ഓർത്ത്.
അതിലധികമുള്ള ഓട്ടോ ഒന്നും ഇവർക്കാരും കൊടുക്കാറില്ലെന്ന സത്യം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആളുകൾ പുതുതായിട്ട് ഓട്ടോറിക്ഷകൾ അധികം വാങ്ങുന്നില്ലെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡീസൽ അടിക്കാനും CC അടയ്ക്കാനും വണ്ടിയുടെ മെയിൻ്റനൻസിനും വീട്ടുചെലവിനും എല്ലാം കൂടെ ഈ പുതിയ വണ്ടി എടുത്താൽ കിട്ടുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഈ പഴഞ്ചൻ വണ്ടി കൊണ്ട് നടക്കുക. അപ്പോൾ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലാണ്. എന്തൊക്കെയായാലും 10 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കേരള ഗവൺമെൻറ്റിനെ കൊണ്ടൊന്നും കഴിയില്ല. അങ്ങനെയാണ് ഞാൻ പറയുന്നത്, പരമാവധി ഈ മേഖലയിലുള്ള ആളുകളെ ഉപദ്രവിക്കാതെയും ചെറിയ തെറ്റുകൾക്ക് പോലും 100 രൂപ മുതൽ 2000 രൂപ വരെയൊക്കെ പിഴ എഴുതി കൊടുക്കാതെയും ഒക്കെ ഈ മേഖല സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഇവർ അടയ്ക്കുന്ന ക്ഷേമനിധി പണം കൃത്യമായി ഇവർക്ക് മടക്കി നൽകേണ്ടതല്ലേ? അതുപോലും ഈ അടുത്ത കാലത്ത് മുക്കിയതായി വാർത്തകൾ കേട്ടല്ലോ. ഇനി പോലീസ് MED ഉദ്യോഗസ്ഥന്മാരോട് പറയട്ടെ, സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഈ സാധുക്കളെ അവരുടെ നിവൃത്തികേട് മനസ്സിലാക്കി അവരെ ഉപദ്രവിക്കാതെ നിങ്ങളാ കഴിയുന്ന സഹായങ്ങൾ, ഞാൻ ഉദ്ദേശിച്ച പൈസ കൊടുക്കണമെന്നൊന്നുമല്ല, പെറ്റിയും പെനാൽറ്റിയും എല്ലാം നിർവാഹമുള്ളിടത്തോളം ഒഴിവാക്കി കൊടുത്ത് അവരെയും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പ്രത്യേകിച്ച് നിങ്ങളോട് അപേക്ഷിക്കുന്നു. പെറ്റികൾ എണ്ണം തികയാതെ വരുമ്പോൾ പോലീസുകാരോട് പറയട്ടെ, ദയവ് ചെയ്ത് ഓട്ടോറിക്ഷക്കാരെ ഉപദ്രവിക്കരുത്. 500 രൂപ പെറ്റി കൊടുത്താൽ അവരുടെ 2 ദിവസത്തെ ഉപജീവന മാർഗം പോവും. അതാണ് നിങ്ങൾ അടയ്ക്കുന്നത്. 1000 രൂപ പെറ്റി കൊടുത്താൽ അവരുടെ ഒരാഴ്ചത്തെ ഉപജീവന മാർഗമാണ് നിങ്ങൾ അടയ്ക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉപജീവന മാർഗം അടയ്ക്കുന്നത് കൊലപാതകമാണ് എന്ന് കേട്ടിട്ടില്ലേ? കൊലപാതകം ചെയ്യരുത് എന്നത് നിയമവുമാണ്. ഉപജീവന മാർഗം അടയ്ക്കരുത് എന്നത് ധാർമ്മിക നിയമമായതിനാൽ ധാർമ്മികതയുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും അവരെ ഉപദ്രവിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു ദിവസം 3000-ലധികം രൂപ വരുമാനമുള്ളപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു ദിവസത്തെ വരുമാനം എത്ര അധികമായാലും 300 രൂപ മുതൽ 700 രൂപ വരെയാണ്. അതിനകത്ത് കൈയിടുന്നവനെ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പിച്ചക്കാരന് 10 രൂപ കൊടുത്താൽ പിച്ചക്കാരന് ഇഷ്ടപ്പെടുകയില്ല. അവൻ്റെ മുഖം മാറും, ചിലപ്പം വല്ല വർത്തമാനവും പറയും. 5 പൈസ മുടക്കില്ലാതെ വരുന്നതാണ്. അങ്ങനെ പിച്ചക്കാരന് പോലും ഇഷ്ടപ്പെടാത്ത ഈ കാലത്ത് നമ്മളൊരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ 30 രൂപയ്ക്കും 50 രൂപയ്ക്കും വേണ്ടി പാഞ്ഞു വരുന്ന ഈ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും മറക്കരുതെന്നും കരുതുകയും കൈപിടിക്കുകയും വേണം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.